നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, അപ്പെക്സ് പൾമനോളജി ക്ലിനിക്. നമുക്കിന്ന് സ്പേസർ വെച്ച് ഒരു MDA ഇൻഹേലർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണാം. ഒരു സ്പേസറിന് വരുന്നത് രണ്ട് ഭാഗമാണ്. ഒന്ന് ഇൻഹേലർ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം വരുന്നുണ്ട്, പിന്നെ വരുന്നത് മൗത്ത് പീസ്, നമുക്ക് വായ വെക്കാനുള്ള ഭാഗം. നോർമലി നമ്മൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ക്യാപ്പ് റിമൂവ് ചെയ്യുക, നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലിപ്പ് വെച്ചിട്ട് ഈ മൗത്ത് പീസിൽ ഒന്ന് സീൽ ചെയ്യുക. നമ്മുടെ മെഡിസിൻ പുറത്തേക്ക് പോവാത്ത രീതിയിൽ സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പഫ് എടുക്കുക. എന്നിട്ട് സ്ലോ ആൻഡ് ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. ഒരു 3 to 5 സെക്കൻഡ്സോളം ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്ത് ഒരു 10 സെക്കൻഡ് ബ്രെത്ത് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് പതിയെ ഒന്ന് എക്സേൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കാം. ഓക്കെ, ഇത് നമുക്ക് 10 സെക്കൻഡ് ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ പറ്റാത്തവർ, അങ്ങനെ ചെയ്യാൻ ഒരു 10 സെക്കൻഡോളം ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു ടെക്നിക്ക് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായമായവർക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 4 സെക്കൻഡ് വെച്ച് 4 പ്രാവശ്യം ചെയ്യാം, 4-5 പ്രാവശ്യം ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു പഫ് നമ്മൾ വായിൽ വെച്ച് ലിപ്പ് വെച്ച് സീൽ ചെയ്യുക, ഒരു പഫ് എടുക്കുക, ഇൻഹേൽ ചെയ്ത് ഒരു 4 സെക്കൻഡോളം നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഊതുക. എന്നിട്ട് ഒന്നും കൂടെ വലിക്കുക, 4 സെക്കൻഡോളം ശ്വാസം ഹോൾഡ് ചെയ്യുക, തിരിച്ച് ഊതുക. ഇതൊരു 4-5 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇനി 2 പ്രാവശ്യം, ഒരു നേരം 2 തവണയാണ് നമുക്ക് ഈ ഇൻഹേലർ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് ടൈം കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം വായ കഴുകുക. അത്രേ ഉള്ളൂ സ്പേസറിൻ്റെ യൂസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.